നമസ്കാരം. സുപ്രഭാതം പരസ്യം ഇന്ന് വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പലയിടങ്ങളിലും പൊള്ളലിന്റെ തീവ്രത കൂടും. അതുകൊണ്ടാണ് സുപ്രഭാതം ഇന്നിപ്പോ സന്ദീപ് ജി വാര്യരെ കുറിച്ച് ഈ കവർ ഫോട്ടോ ഇന്ന് പ്രസിദ്ധീകരിച്ചു ഫ്രണ്ട് ഷീറ്റിൽ. അതോടുകൂടി കുരു കംപ്ലീറ്റ് പൊട്ടിയിട്ടുള്ള പ്രചരണം കാഫിറിന്റെ അടുത്ത മോഡലാണെന്ന് അറിയാലോ. സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതവും സിറാജും. ഇതിൽ ഇന്ന് പാലക്കാടൻ എഡീഷനിൽ CPM അതിൽ ഇന്നിപ്പോ പരസ്യം കൊടുത്തു. എന്താ ഈ ന്യൂനപക്ഷങ്ങളോടെല്ലാം വീട് വീടാന്തരം തങ്ങളെ കയറ്റി ഇതാ സംഘിസമാണ് കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഡിയെ പോലെയാണെന്നുള്ള പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രഭാതം പത്രത്തിൽ അവർ സ്വപ്നം കാണാത്ത രീതിയിൽ സന്ദീപ് ജി വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം എടുത്ത് അങ്ങ് പുറത്തിട്ട് കൊടുക്കണം. കാര്യം നാട്ടുകാർക്ക് വസ്തുത അറിയണമല്ലോ. അപ്പോൾ ഉടനെ ഒരു മോങ്ങൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഈ കാണിക്കുന്നത് കണ്ടോ, 2 പത്രത്തിൽ മാത്രം സ്പെഷ്യലായിട്ട് പരസ്യം കൊടുത്തു. കഴിഞ്ഞ കുറെ കാലമായിട്ട് മനോരമ, മാതൃഭൂമി ആദികളിലൂടെ എല്ലാം വാർത്ത എന്ന പേരിൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലെന്നാണ് അപ്പൊ കരുതുന്നത്. അത് കൊടുക്കാം, അത് മാധ്യമധർമ്മം. ഇത് മാധ്യമധർമ്മം അല്ലത്രേ. വസ്തുതകൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കാര്യം പച്ച കള്ളങ്ങൾ വീട് വീടാന്തരം SDPI കൊണ്ട് ലഘുലേഖയൊക്കെ വിതരണം ചെയ്യിച്ചിട്ട് ഒന്നും അറിയാത്ത കണക്കിരിക്കില്ല. എന്നിട്ട് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പോലും തണ്ടിന് ഉറപ്പ് കാണിക്കാത്തവരുടെ മുന്നിലേക്ക് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നേ. അതിന് മറ്റൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഒന്ന് ഓർമ്മപ്പെടുത്തി. അതൊരു വലിയ അപരാധമാണോ? സന്ദീപ് ജി വാര്യർ പറയാത്ത കാര്യമോ സന്ദീപ് ജി വാര്യർ ചിന്തിക്കാത്ത കാര്യമൊന്നും അതിൽ വന്നിട്ടില്ലല്ലോ. ഇതാണ് അതിൽ കവർ ഫോട്ടോയിൽ സരിൻ തരംഗം എന്നുള്ളതാണ് ഒരു വാർത്ത. ഒരു കോളം 6 കോളം വാർത്തയായിട്ട് ഫ്രണ്ട് ഷീറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് ഈ വിഷപ്പാമ്പിനെ സ്വീകരിക്കാമോ, ഹാ കഷ്ടം. കണ്ടില്ലേ, കാക്കി ട്രൗസർ ഇട്ട് നിൽക്കുന്ന സന്ദീപ് ജി വാര്യരുടെ ഫോട്ടോയും കൊടുത്തിട്ട് ഒരു ആർട്ടിക്കിൾ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതെന്താ, പറഞ്ഞ കുറ്റമാണോ? ഉള്ളത് പറയാൻ പാടില്ലേ? കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ് അദ്ദേഹം ഇട്ട പോസ്റ്റുകളെ വെച്ചിട്ടാണ്. ഫേസ്ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലകളിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതേ ന്യൂനപക്ഷ വിരുദ്ധനെ RSSന്റെ ബന്ധം ഉപേക്ഷിക്കാതെ കടന്നു വരുമ്പോ എങ്ങനെയാണോ SDPIയുടെ പേര് പറയാതെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയും പോലെ RSSകാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാതെ RSSകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ RSS ബന്ധം ഉപേക്ഷിച്ചു എന്ന് പോലും പറയാതെ കൊണ്ടുവന്ന് അതാ വിശുദ്ധനായി എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇപ്പുറത്തെ പക്ഷത്തുള്ളവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള വർഗീയ പ്രതികരണങ്ങൾ ഒന്നൊന്നായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വീടുകളിൽ കൂടി എത്തുന്ന സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല. ചെയ്തതേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞത് മാത്രമേ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതിലെന്താണ് ഇത്ര തെറ്റ്? അതിലെന്താണ് ഇത്ര പൊള്ളാനുള്ളത്? നിങ്ങൾ അതിന് മറുപടി കൊടുക്കൂ. അല്ലെങ്കിൽ സന്ദീപ് ജി വാര്യരെ കൊണ്ട് തന്നെ ഈ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്നൊരു പരസ്യ പ്രസ്താവന നടത്താനായിട്ടുള്ള അന്തസ് കാണിക്കണ്ടേ? അതൊന്നും നടത്താതെ നാട്യങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ RSSകാരനായ ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നുണ്ട് എന്ന ഒരു ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടി, അതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് ആൾക്കാർ ഇങ്ങനെ തള്ളിക്കയറാൻ നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഇന്നലകളിൽ സരിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് പ്രചരിപ്പിച്ചവർക്ക് മുന്നിൽ എന്തേ സന്ദീപ് ജി വാര്യർ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ പ്രശ്നമുണ്ടാവുക? ഈ മനോരമയിലൂടെയും ജമാഅത്ത് ഇസ്ലാമി പത്രമായ മാധ്യമത്തിലൂടെയും പച്ച കള്ളങ്ങൾ എഴുതി ലീഗന്മാരെ വീട് വീടാന്തരം കൊണ്ടുവന്ന് കയറ്റുന്നതൊന്നും പ്രശ്നമല്ല. സുപ്രഭാതം പറഞ്ഞാൽ അത് പൊള്ളുമെങ്കിൽ ആ പൊള്ളൽ തുടരേണ്ടതുണ്ട്. വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചിലരെങ്കിലും മനസ്സിലാക്കാതെ പോയാൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നേ. അതിനൊക്കെയും മാധ്യമങ്ങളെ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നതിന് പൊള്ളിയിട്ട് കാര്യമില്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ, ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമങ്ങൾ, അതിനെയൊക്കെ ഈ മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പാടുള്ളൂ എന്നതുപോലെ നിങ്ങൾ എന്താണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മറുമരുന്ന് ഇഞ്ചക്ട് ചെയ്തിരിക്കും. അത് മാത്രമാണ് സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള വാർത്ത. മനോരമയ്ക്ക് എഴുതാം, മാതൃഭൂമിക്ക് എഴുതാം, ജനൻ TVക്ക് എഴുതാം. എന്തിനേറെ പറയുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമത്തിനും മീഡിയ വണ്ണിനും പച്ച കള്ളങ്ങൾ വിളിച്ചു പറയാമെങ്കിൽ വസ്തുതകൾ ഇന്നലകളിൽ ന്യൂനപക്ഷ വിരുദ്ധത പച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ മഹാനായിട്ട് കൊണ്ടുവരുമ്പോൾ അയാളുടെ ഉള്ളിലെ RSSകാരൻ എങ്ങനെയായിരുന്നുവെന്നും അയാൾ ഇന്നലകളിൽ പറഞ്ഞിരുന്ന ന്യൂനപക്ഷ വിരുദ്ധത എത്രമാത്രം തീവ്രമാണെന്നും അതൊന്നും ഓർമ്മിപ്പിക്കാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ വെള്ളപൂശാൻ പരിശ്രമിച്ചാൽ അതിന് മറുമരുന്ന് എന്നോണം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമത്തെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ സംവിധാനത്തിലുണ്ട്. അത് വളരെ കൃത്യമായി ചെയ്യേണ്ടതിലൂടെ ചെയ്തു എന്നേ ഉള്ളൂ. അത് ചെയ്തത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുരു പൊട്ടി ഒലിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. എന്തായാലും സുപ്രഭാതത്തിലും സിറാജിലും വന്ന ആ പരസ്യവാചകങ്ങൾ
അത് ഇപ്പോ വല്ലാതെ വാലിൽ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട് വീടാന്തരം പുതിയ ലഘുലേഖകളുമായിട്ട് ഓടാനുള്ള വ്യഗ്രത കൂടി കാണിക്കുന്നുണ്ട്. ഉള്ളത് പറഞ്ഞപ്പോൾ, ഉള്ളത് തുറന്നു കാട്ടിയപ്പോഴുള്ള പൊള്ളൽ എന്നതിനപ്പുറം മറ്റു ഒരു തരത്തിലുള്ള തുള്ളലുമായി ഇതിനെ കാണേണ്ടതില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.